ചേച്ചി ചേച്ചി കാണിക്കുന്ന ഒട്ടും ശരിയല്ല. പരസഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില് ഒരാൾ ഇവിടെ വിഷമിച്ച് കിടക്കുക. ഒന്നുമില്ലെങ്കിൽ ചേച്ചിയുടെ ഭർത്താവല്ലേ. ചേച്ചി ആ മുറി ചെന്ന് നോക്കിയേ. രാജീവിന്റെ യൂറിൻ ബാഗ് നിറഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. അതിന്റെ 3/4 ഭാഗം വരെ നിറഞ്ഞാ മാറ്റണമെന്ന് ഡോക്ടർ ഇന്നലെ പറഞ്ഞതല്ലേ. വേഗം ചെന്ന് എടുത്ത് മാറ്റ്. എന്നെ കൊണ്ടൊന്നും വയ്യ. നീ വേറെ ആരോടെങ്കിലും പറ. വേറെ ആരോട് പറയാൻ? ചേച്ചി, ഞാനും അമ്മയൊക്കെ അന്യ സ്ത്രീകളാ. ചേച്ചിയാണ് അയാളുടെ ഭാര്യ. ഇതെല്ലാം ചെയ്യേണ്ടത് ചേച്ചി തന്നെയാ. അത് ചേച്ചിയുടെ കടമയാ. ഭാര്യ പതിവയെ കുറിച്ചും കടമയെ കുറിച്ചൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എത്ര കാലം വെച്ചാ ഞാൻ ഈ വിഴുപ്പലക്കുന്നത്? മതിയായി എനിക്ക്. വീണുപോയ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നത് വിഴുപ്പലക്കല. കുറെ കാലം ചെയ്തു മടുക്കുമ്പോഴേ അതൊരു വിഴുപ്പലക്കലായി തോന്നും. സ്വയം അനുഭവിക്കുമ്പോഴേ മനസ്സിലാവൂ. ചേച്ചി, ഈ ലോകത്ത് അച്ഛനും അമ്മയും ഭർത്താവിനെയൊക്കെ നോക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ചേച്ചി ആകാശത്തുനിന്ന് പൊട്ടി വീണൊന്നും അല്ല. ഇത് ലോകത്ത് ആദ്യമായിട്ട് ചെയ്യുന്ന ആളുമല്ല. അതുകൊണ്ടേ ചെയ്യുന്നതൊക്കെ വലിയ ത്യാഗമാണെന്നൊന്നും ചേച്ചി വിചാരിക്കണ്ട. എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം നീ ആരാന്ന നിന്റെ വിചാരം? ഒരു ഹോം നേഴ്സിനെ നിർത്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. നീയും കൂടെ ചേർന്നല്ലേ അത് വേണ്ടെന്ന് പറഞ്ഞത്. എന്നിട്ടിപ്പോ കടമയും സ്നേഹവും പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഹോം നഴ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നത് വരെ ആ നിറഞ്ഞ യൂറിൻ ബാഗ് അവിടെ തന്നെ കിടക്കട്ടെ എന്നാണോ ചേച്ചി പറയുന്നത്? ആ, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ നീ തന്നെ ചെന്ന് മാറ്റിക്കോ. കുറച്ചു നേരെ കണ്ണടച്ചങ്ങ് പിടിച്ചാ മതി. ചേച്ചി നിലവിട്ട് സംസാരിച്ചാ ഞാൻ തിരിച്ചു പെരുമാറുന്ന രീതിയും വേറെ ആയിരിക്കും. ഒരാള് മറ്റൊരാൾക്ക് വിലയും ബഹുമാനവും ഒക്കെ കൊടുക്കുന്നതേ അവരുടെ സ്ഥാനം മാത്രം നോക്കിയിട്ടല്ല, അവരുടെ സ്വഭാവവും പെരുമാറ്റവും കൂടി നോക്കിയിട്ടാ. അനാവശ്യ സംസാരങ്ങൾ ഉണ്ടായാ ചേച്ചി എന്നുള്ള സ്ഥാനം ഞാനങ്ങ് മറക്കും. നീ എന്നെ എന്ത് ചെയ്യൂടി? പറയടി. എന്താ മോളെ? എന്താ എന്താ കാര്യം? അമ്മ, രാജീവിന്റെ യൂറിൻ ബാഗ് മാറ്റാൻ ചേച്ചിക്ക് സൗകര്യമില്ലാന്ന്. ഈ കാര്യം പറഞ്ഞ് നീ എന്നോട് വഴക്കിടാൻ വരുന്ന എന്തിനാ? നിന്റെ ഭർത്താവല്ലല്ലോ, എന്റെ ഭർത്താവല്ലേ. എന്റെ ഭർത്താവായിരുന്നെങ്കിലേ ഞാൻ 100% സന്തോഷത്തോടു കൂടി തന്നെ ചെയ്യുമായിരുന്നു. ഇങ്ങനെയൊക്കെ പറ്റിയതേ രാജീവിന്റെ മാത്രം കുഴപ്പമല്ല, ചേച്ചിയുടെ കർമ്മദോഷം കൂടിക്കൊണ്ട് തന്നെയാ. രാജീവിനെ നോക്കാൻ ഇവിടെ ചേച്ചി ഉള്ളപ്പോ ഒരു ഹോം നഴ്സിനെ വയ്ക്കാൻ പോകുന്നില്ല. ചേട്ടനെ നോക്കേണ്ടത് ചേച്ചിയുടെ മാത്രം കടമയാ. ഇതിനൊന്നും കഴിയുന്നില്ലെങ്കിലേ ഒരു ഭാര്യയെന്നും പറഞ്ഞ് രാജീവിനെ കൺമുമ്പിൽ നിൽക്കുന്ന എന്തിനാ? അതൊക്കെ കാണുമ്പോഴേ ഭർത്താവ് എന്ന നിലയിൽ രാജീവിന് വിഷമാവും.